ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക നേഴ്സുമാരുടെയും ഒരു സ്വപ്ന രാജ്യമാണല്ലോ ഓസ്ട്രേലിയ. എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ എത്തിപ്പെടാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് കൂടുതലും. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിൽ എത്തിയ നേഴ്സുമാരിൽ ഏതാണ്ട് 70% പേര് ന്യൂസിലൻഡ് വഴിയാണ് എത്തിയത്. ആ സ്ഥാനത്ത് 16% പേര് മാത്രമാണ് മറ്റ് രാജ്യങ്ങളായിട്ടുള്ള അയർലൻഡ്, UK, കാനഡ, സിംഗപ്പൂർ, സ്പെയിൻ, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ നിലനിന്നിരുന്ന നിയമം അനുസരിച്ച് UK, കാനഡ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നേഴ്സുമാർക്ക് പോലും ഇവിടുത്തെ അംഗീകാരം ലഭിക്കുന്നതിനായിട്ട് വളരെ കാലമായിട്ട് ആശുപത്രികളിലും അതുപോലെ മറ്റ് പരിചരണ സൗകര്യങ്ങളിലും ഒക്കെ ജനറൽ പ്രാക്ടീസുകളിലും ഒക്കെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് പുതിയൊരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നിലവിൽ വരികയാണ്. ഇതുവഴി ആ നടപടിക്രമങ്ങളൊക്കെ ലഘൂകരിക്കുന്നത് മൂലം അയർലൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇനി ഓസ്ട്രേലിയയിലെത്തി അവിടുത്തെ രജിസ്ട്രേഷൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞത് 1800 മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്ത അന്താരാഷ്ട്ര യോഗ്യതയുള്ള നേഴ്സുമാരെ പുതുതായിട്ട് നിലവിൽ വരുന്ന ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ ഓസ്ട്രേലിയയിൽ എത്തിക്കാനായിട്ടാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നീക്കം. ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെയും എത്തപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നവർ വിശ്വാസകരമായിട്ടുള്ള ഒരു നിയമമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വളരെ നീണ്ട കാലയളവാണ് എടുത്തിരുന്നത്. ആ അപേക്ഷ സമയം 6 മുതൽ 12 മാസം വരെ കുറയ്ക്കാനായിട്ടാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ അപേക്ഷയുടെ സംവിധാനങ്ങളെല്ലാം വളരെ ലളിതമാക്കും. രൂക്ഷമായിട്ടുള്ള തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനും സുരക്ഷയും ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിനും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയയും ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയും സർക്കാരും സംയുക്തമായി നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ വരുന്നത്. ഇത് പ്രകാരം UK, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കനേഡിയൻ പ്രൊവിൻസ് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ആൻഡ് ഒന്റാറിയോ, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേഴ്സുമാർക്ക് പുതിയ മാനദണ്ഡം ബാധകമാകും. ഈ പറഞ്ഞ രാജ്യങ്ങളിലെ അംഗീകൃത യോഗ്യതയും പരിചയമുള്ള നേഴ്സുമാർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടുന്നതിന് കൂടുതൽ പരീക്ഷകൾ എഴുതിയിട്ട് തങ്ങളുടെ യോഗ്യതകളൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയുടെ വെബ്സൈറ്റിൽ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് ഓസ്ട്രേലിയയിൽ പ്രൊഫഷണൽ മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഹെൽത്ത് പ്രാക്ടീഷണർമാർക്കുള്ള മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ സജ്ജമാക്കുന്നത്. ഇവർ ഇന്നലെ പുറത്തുവിട്ട അപ്ഡേറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ വിശദാംശങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വിദേശ യോഗ്യതയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നത് വളരെ ലളിതവും വേഗത്തിലും ചെലവുകളൊക്കെ വളരെ കുറഞ്ഞതുമാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഓസ്ട്രേലിയയുടെ ക്വിക്ക് റിവ്യൂ റിപ്പോർട്ടാണ് ഈ രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളൊക്കെ വളരെ ലളിതമാകുകയും അതിനുള്ള കാലതാമസങ്ങളൊക്കെ കുറയുകയും ചെയ്യും. ഓസ്ട്രേലിയ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് കണക്കാക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ന്യൂസാണ് ഈ വന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കാതെ ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.